ഇപ്പോൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, കെ സി വേണുഗോപാലിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. നേരത്തെ തന്നെ വേണുഗോപാൽ പറഞ്ഞ വാക്കുകളിലുണ്ട് എല്ലാ കാര്യങ്ങളും. അതായത് AICC കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, KPCCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, രാജി തന്നെയാണ് ഉചിതമായ മാർഗം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. ആര് എപ്പോൾ എങ്ങനെ പ്രഖ്യാപിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സ്വയം തന്നെ രാജിവെക്കുന്നതായി മാധ്യമങ്ങളെ അറിയിക്കുന്നു എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ KPCCയുടേതായി ചിലപ്പോൾ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലായിരിക്കും വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്കത്ത് KPCC നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടാകണം. എന്താണ് കെ സി വേണുഗോപാലിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്? സിജു, തീർച്ചയായും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ രാജി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അല്പസമയം മുമ്പ് കെ സി വേണുഗോപാൽ നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട KPCCക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി ഗൗരവമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുള്ള ന്യായീകരണം കൂടിയും കെ സി വേണുഗോപാൽ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പാർട്ടി ഇതിലൊരു തീരുമാനമെടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലും പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ രാഹുലിന്റെ രാജി തള്ളാത്ത ഒരു നിലപാട് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ KPCC മുഖാന്തരമായിരിക്കാം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടാവുക. അത് ദില്ലിയിൽ നിന്നാണോ അല്ലെങ്കിൽ KPCC മുഖാന്തരമാണോ എന്നതിലൊരു അവ്യക്തത നിലനിൽക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ KPCCക്ക് രാജി കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾ കൂടി നിലനിൽക്കും. എന്തായാലും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ രാജി തള്ളാത്ത ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇനി ദില്ലിയിൽ നിന്നുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. കെ സി വേണുഗോപാൽ പറഞ്ഞത് ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയുടെ യുവ MLAക്കെതിരെ ഉയർന്നിരിക്കുന്നത്. അത് 5 വനിതകൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയും അത് പാർട്ടിയിലെ തന്നെ മുതിർന്ന വനിതാ നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് AICCക്ക് തള്ളിക്കളയാൻ ആവുന്നതല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരുപക്ഷെ AICC കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം കേരളത്തിലെ വനിതാ നേതാക്കൾ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AICCയുടെ കയ്യിലല്ല ഇനി കാര്യങ്ങൾ. AICC തീരുമാനമെടുത്ത് KPCCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KPCCയാണ് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന് തന്നെയാണ് കെ സി വേണുഗോപാലിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ KPCCയുടെ ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം വന്ന് മാധ്യമങ്ങളെ കണ്ട് രാജി പ്രഖ്യാപനം നടത്തിയില്ല എന്ന് മാത്രമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാജി പ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക. AICCയിലല്ല, ഇനി ദില്ലിയിലല്ല, പന്ത് കേരളത്തിലെ KPCCയിലേക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലേ റഷീദ്? സിജു, തീർച്ചയായും AICCയും അതുമായി ബന്ധപ്പെട്ട നേതൃത്വങ്ങളൊക്കെ തന്നെയും ഇതുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും പിന്നീട് KPCCക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാര്യം നേരത്തെ തന്നെ AICCയുടെ വിവിധ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തുകയും പിന്നീട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ പന്തിന്റെ കോർട്ട് കിടക്കുന്നത് KPCC അധ്യക്ഷന്റെയും അതോടൊപ്പം KPCC ഭാരവാഹികളുടെയും കയ്യിലാണ് എന്നുള്ളത് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. AICC കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കമാൻഡിന്റെ കൂടിയും അംഗീകാരത്തോടു കൂടി KPCCക്ക് അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. റഷീദ്, ഈ വേണുഗോപാൽ പറഞ്ഞത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ആദ്യം ഒരു ആരോപണം, ഒരു വനിതയാണ് മാധ്യമങ്ങളിലൂടെ വന്ന് രാഹുൽ ഹൂ കെയേഴ്സ് എന്നുള്ള പദം പ്രയോഗിച്ച് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഒരു ടെലിഫോൺ സംഭാഷണം വരുന്നത്. ആ ടെലിഫോൺ സംഭാഷണവും കൂടി വന്ന് രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണവും കൂടി വന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവയ്പ്പിക്കുന്നത്. ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞത് പിന്നീടും ചില വിഷയങ്ങൾ ഉയർന്നു വന്നു. അത് ഗൗരവതരം തന്നെയാണ്. അത് ഇപ്പോൾ ആ ആരോപണങ്ങളുടെ ഉയർന്നു വന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളുമായി ആശയവിനിമയം നടത്തി
ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, ഉചിതമായ തീരുമാനം. അത് KPCC അറിയിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. റഷീദ്. സിജു, തീർച്ചയായും KC വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. കാരണം താൻ പറഞ്ഞതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് വിലയിരുത്താവുന്നത് നിലവിൽ AICC രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കമാൻഡ് അത് കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷം അത് KPCCക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വ്യക്തമായി തന്നെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ഘട്ടത്തിൽ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. അതിൽ കൃത്യമായിട്ടൊരു നടപടി പാർട്ടി സ്വീകരിക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്ന ഒരു നടപടിയിലേക്ക് പാർട്ടി ആവശ്യപ്പെടുകയും ആ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും അതോടൊപ്പം ഇത്തരത്തിലുള്ള പരാതികളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ പാർട്ടി ഏറെ ഗൗരവമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിരവധിയായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെയും AICCയുമായി ബന്ധപ്പെട്ട, അതായത് AICCയുടെ നേതാക്കൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും നൽകുകയും ചെയ്തിരുന്നു. അത് കൃത്യമായി AICC ഉൾക്കൊള്ളുകയും ഹൈക്കമാൻഡും ഒക്കെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ നിലവിൽ AICC എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് KC വേണുഗോപാൽ വ്യക്തമാക്കി പറയുന്നത്. ഇനി എപ്പോഴായിരിക്കും രാജി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും രാജി പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കിക്കാണാവുന്നത്. നിലവിൽ AICCയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ദില്ലിയിലെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനിയും KPCCയുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. നിലവിൽ നിരവധിയായിട്ടുള്ള പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വിഷയങ്ങളിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ, UDFന്റെ എല്ലാ ഘടകകക്ഷികളും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധം തീർക്കുകയും ചെയ്തെന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ലീഗിന്റെ അടക്കം നിലപാടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിരുന്നതിന് പിന്നാലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ലീഗ് കൂടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC എത്തുകയും ചെയ്തിട്ടുണ്ടാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ KPCCക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സിജു.